മന്ത്രി വീണ ജോർജ് അല്പസമയം മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയത്. സ്വാഭാവികമായും ഇന്നലെ അപകടമുണ്ടായ അത്യാഹിത വിഭാഗത്തിലടക്കം മന്ത്രി പരിശോധന നടത്തും. തുടർന്ന് വകുപ്പ് മേധാവിയുമായി ചർച്ച നടത്തും. അതിനുശേഷം സ്വാഭാവികമായി മാധ്യമങ്ങളെ കാണാനിടയുണ്ട്. 4 മരണങ്ങളാണ് ഈ അപകട സമയത്ത് അവിടെ സംഭവിച്ചത്. ഈ 4 മരണങ്ങൾ എങ്ങനെ ഉണ്ടായി, ഓക്സിജൻ കിട്ടാതെയാണോ, പുക മൂലം ശ്വാസം മുട്ടി മരിച്ചതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അതിനകത്തൊരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം 4 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അക്കാര്യത്തിലൊരു വ്യക്തത വരിക. എന്തായാലും അക്കാര്യങ്ങളിലൊക്കെ ആരോഗ്യമന്ത്രി ഒരു പ്രതികരണം നടത്തിയേക്കും എന്ന് മനസ്സിലാക്കുകയാണ്. സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്, ഗുരുതരമായ വിഷയത്തെ കാണുന്നു എന്ന് മുഖ്യമന്ത്രി തന്നെ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയതാണ്. ആരോഗ്യമന്ത്രി കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു എന്ന് നേരത്തെ പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെയാണ്. ആ നിലക്ക് സർക്കാർ ഗൗരവതരത്തിൽ ഈ വിഷയത്തെ കാണുന്നുണ്ട്. സ്വാഭാവികമായും ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ രാത്രി 8:30 മണിയോടുകൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ പൊട്ടിത്തെറിയും തുടർന്ന് പുകയും ഉണ്ടായത്. ഏകദേശം 1 മണിക്കൂറോളം ആ പുക അത്യാഹിത വിഭാഗത്തിൽ നിറഞ്ഞു. വേഗത്തിൽ രോഗികളെ പുറത്തേക്ക് മാറ്റാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ അതിനിടയിൽ അവിടെ 5 മരണങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ മരിച്ചിരുന്നുവെന്ന് പ്രിൻസിപ്പൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ 4 മരണങ്ങൾ അത്യാസന്ന നിലയിലായിരുന്ന രോഗികളാണ്. പെട്ടെന്ന് വെന്റിലേറ്റർ മാറ്റിയതാണോ, ഓക്സിജൻ ഇല്ലാതെ പോയതാണോ മരണങ്ങൾക്ക് കാരണം എന്ന് വ്യക്തമാകേണ്ടതുണ്ട്. ഷിത ജക്കത്ത് വിശദാംശങ്ങൾ നൽകും. ഷിത, ആരോഗ്യമന്ത്രി അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അത്യാഹിത വിഭാഗത്തടക്കം പരിശോധന നടത്തിയതിനു ശേഷം വകുപ്പ് മേധാവികളുമായി ചർച്ച നടത്തിയതിനും ശേഷമായിരിക്കുമോ മാധ്യമങ്ങളെ കാണുക, അതോ വേഗത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാനിടയുണ്ടോ? സൈഫുദ്ദീൻ, ഒരു പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷമാകും, യോഗം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണുക. അല്പസമയത്തിന് മുൻപാണ് ആരോഗ്യമന്ത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിൽ ഇന്നലെ അപകടം നടന്ന അതേ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. മറ്റ് ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള പ്രിൻസിപ്പളും മെഡിക്കൽ കോളേജിലെ മറ്റ് അധികൃതരുമെല്ലാം തന്നെ മന്ത്രിക്കൊപ്പം അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഈ അപകടം നടന്ന സ്ഥലം ഉൾപ്പെടെ മന്ത്രി സന്ദർശിക്കുകയാണ്. ആ പരിശോധന കഴിഞ്ഞതിന് ശേഷം, അവിടെയുള്ള സന്ദർശനം നടത്തിയതിനു ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിന്റെ ഓഫീസിലാണ് യോഗം ചേരുന്നത്. എല്ലാ വിഭാഗം ഡിപ്പാർട്ട്മെന്റിലെ HODമാരോടും അവിടെ എത്തിച്ചേരാനുള്ള, ആരോഗ്യമന്ത്രി എത്തുന്ന സമയത്ത് എത്തിച്ചേരാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ അവിടേക്ക് എത്തും. അതിനുശേഷമായിരിക്കും മാധ്യമങ്ങളെ കാണുക. ഇതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഉൾപ്പെടെ അങ്ങനെ ആയിരിക്കും കാണുക എന്നാണ് കരുതുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ആരോഗ്യമന്ത്രിയുടെ ബൈറ്റിൽ നമ്മൾ എന്താണ് അവർക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്നുള്ളത് അറിയാനുണ്ട്. ഈ വിഷയത്തിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ഈ മരിച്ച 4 പേർ ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. അപ്പോൾ 4 പേർ മരിച്ച സംഭവത്തിൽ എങ്ങനെയാണ് അവർ മരിച്ചത് എന്നുള്ളതിലെ അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട്. അവർ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്ന സമയത്ത് ആളുകളെ മാറ്റുന്നതിനിടയിൽ ഉണ്ടായിരിക്കുന്ന മരണമാണ് എന്നുള്ളതാണ്. അതിനൊരു വ്യക്തത വരേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ്, ആ വ്യക്തത വരുന്നതിന് വേണ്ടിയാണ് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് നീങ്ങുന്നത്. അത് പ്രിൻസിപ്പൽ ഉൾപ്പെടെ അതിൽ ഒരു വ്യക്തത സ്ഥിരീകരണം ആരോഗ്യമന്ത്രി വീണ ജോർജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി അത്യാഹിത വിഭാഗത്തിൽ മന്ത്രി സന്ദർശനം നടത്തും. തുടർന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവരുമായി ചർച്ച നടത്തും. എന്താണ് സംഭവിച്ചതിന്റെ വിശദീകരണം തേടും. ഷിത, തുടരാം. സൈഫുദ്ദീൻ ആ പറഞ്ഞതുപോലെ തന്നെ അതിനൊരു വിശദീകരണമാണ് ആളുകൾ കാത്തിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു അപകടം വലിയൊരു അപകടമാണ്. കാരണം ഇപ്പോൾ നമ്മൾ മുൻപൊന്നും കാണാത്ത രീതിയിൽ ഏറ്റവും പുതിയൊരു കെട്ടിടമാണ്. 2 വർഷമായതേ ഉള്ളൂ ഈ ഉദ്ഘാടനം നടന്നതിന് ശേഷം. ആ ഉദ്ഘാടനം നടന്ന ഒരു പുതിയ കെട്ടിടത്തിൽ നിന്ന് തന്നെ എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെയൊരു പൊട്ടിത്തെറിക്കുന്നതും ഈ ഒരു സ്ഫോടനം ഉണ്ടാകുന്നതും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള എന്താണ് കാരണം എന്നതുൾപ്പെടെയുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉൾപ്പെടെ പരിശോധന നടത്തും. 48 മണിക്കൂറിനുള്ളിൽ തന്നെ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാനുള്ള തീരുമാനം അല്ലെങ്കിൽ നൽകാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. ആ ഒരു തീരുമാനമായിരിക്കും ഇനി ഉണ്ടാകേണ്ടത്. ഒപ്പം തന്നെ ഈ യോഗത്തിൽ എന്തായിരിക്കാം, യോഗത്തിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം തീരുമാനിക്കുക എന്ന് കൂടി അറിയണം. കാരണം
രോഗികളുടെ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്ന രോഗികളുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ചികിത്സാ സൗകര്യങ്ങൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ സ്ഥലങ്ങളിൽ വലിയ ചികിത്സാ ചെലവ് വരുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അവരെ എങ്ങനെ, അവരുടെ ട്രീറ്റ്മെന്റ്, തുടർന്നുള്ള ചികിത്സയൊക്കെ എങ്ങനെയാകും ഉണ്ടാവുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. അതിലൊക്കെ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇനിയുള്ള കാഷ്വാലിറ്റി, ഈ ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ്, അധികം കാലപ്പഴക്കമില്ലാത്തൊരു ബ്ലോക്കാണ്. അവിടെ പുതിയ സംവിധാനം ഒരുക്കേണ്ടത് എത്ര കാലതാമസം എടുത്തതിന് ശേഷമായിരിക്കാം ഇങ്ങനെയൊരു ബ്ലോക്കും വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കുക എന്നുള്ളതാണ് അറിയാനുള്ളത്. മറ്റൊന്ന് കാഷ്വാലിറ്റിയാണ്, പഴയ കാഷ്വാലിറ്റിയാണ്. നിലവിൽ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ് ഈ കാഷ്വാലിറ്റി മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി സംവിധാനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാ ഡോക്ടർമാരെയും, അതായത് മെഡിക്കൽ കോളേജിലെ തന്നെ കിട്ടുന്ന രീതിയിലുള്ള എല്ലാ ചികിത്സാ സൗകര്യങ്ങളും അവിടെ നൽകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഡോക്ടർമാരെ പുനർവിന്യസിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ളത് പഴയ കാഷ്വാലിറ്റി സംവിധാനം എത്രയും പെട്ടെന്ന് സജ്ജമാക്കുക എന്നുള്ളതാണ്. ആ സജ്ജമാക്കുന്നതോടുകൂടി തന്നെ ബീച്ച് ആശുപത്രിയിൽ നിന്നുള്ള കാഷ്വാലിറ്റി സംവിധാനം ഇവിടേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. എന്തായാലും ആരോഗ്യമന്ത്രിയുടെ സന്ദർശനം തുടരുകയാണ്. ഈ സന്ദർശനത്തിന് ശേഷം ഡോക്ടർമാരുമായുള്ള യോഗം ചേരും.